ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയിട്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഇതേ കൂട്ടുകാരൊക്കെ ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ കേട്ടോ, അതിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ. അപ്പോൾ അവിടേക്ക് തന്നെ പിന്നെയും പോകാനുണ്ടായ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ 3-4 ദിവസം നിന്നിട്ട് വന്നതല്ലേ, അപ്പോൾ സ്കൂളില്ലാത്ത സമയത്ത് അപ്പോൾ വീണ്ടും അവിടേക്ക് തന്നെ പെട്ടെന്ന് പോകേണ്ടി വന്നത്. നമ്മളെ ഉമ്മാൻ്റെ ആണ്ടായിരുന്നു കേട്ടോ, 4 വർഷം കഴിഞ്ഞിട്ടുള്ള. അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ സൈഡൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പോയിക്കുന്നത് ഒരു 10-11 ആയ സമയത്താണ് അവിടെ എത്തിയത്. അപ്പം മക്കളിതാ ഒരു ഷൂസൊക്കെ ഊരിട്ടുങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങിങ്ങനെ കേട്ടോ, വന്ന പാടന്നെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കാണ്. അപ്പോൾ ഇത് വൈകുന്നേരമൊക്കെ ആയപ്പോഴുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ, ചിക്കൻ കറിയും പൊറാട്ടയൊക്കെയാണ്. അപ്പോൾ അതിക്ക് ചിക്കനൊക്കെ കൊടുത്തിട്ടൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്, കറിക്കൊക്കെ ഉള്ളത്. അപ്പോൾ അത് പകൽ പുളിഞ്ചാറ് വേണമല്ലോ, അപ്പോൾ ബിരിയാണി വെച്ച് കൊണ്ടിട്ടാണ്. അപ്പോൾ അതിക്ക് പുളിഞ്ചാറ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്കവാടയും ചായയും കൂടി കട്ടൻ ചായയും കൂടി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചിക്കൻ കൊടുന്നപ്പോൾ അതിനുള്ള പാർട്സ് പണ്ട് റെഡിയാക്കിയിരിക്കട്ടെ. അപ്പോൾ രാത്രി ചോറുക്ക് അപ്പോൾ അതും കൂടി ആക്കാനാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ചോറുമ്പോഴൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് പിന്നെ ഇത്. അപ്പോൾ അത് നേരം വെളുത്തിട്ട് ചെയ്യാനുള്ളതൊക്കെ ഒരു വിധമൊക്കെ കണ്ട് രാത്രി തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. കറി വെക്കലും അതുപോലെ മീനൊക്കെ റെഡിയാക്കി വെക്കലൊക്കെ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കുന്നുണ്ടാ. പിന്നെ മോളുവിന് പിന്നെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണമെന്നല്ലോ, എന്നാലും ഓള് കഴിച്ചിട്ടില്ലേനു കേട്ടോ. ഓളെ കൂടെ ഇങ്ങനെ നടന്നും എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണ്. ഉച്ചക്കത്തെ ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പാർട്സ് ഉണ്ടാക്കിയില്ല അതും. പിന്നെ അതുപോലെ ചേനയും കുമ്പളനും കറി വെച്ചാൽ ആ ചൂടോട് കൂടിയിട്ട് അതും നല്ല രുചിയാണല്ലോ അല്ലേ. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ കേട്ടോ. പിന്നെന്താ മക്കളെ കളിയൊക്കെ ഇവിടെ ഭയങ്കരമാണ് കേട്ടോ. അകത്ത് കിടന്നുങ്ങാണ്ട് എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ. അപ്പോൾ ഇതാ രാവിലേക്കൊക്കെ ഉള്ള കറിയൊക്കെ ഇട്ട് അപ്പോൾ ഈ അടുപ്പത്ത് കിടന്നിട്ട് ഇങ്ങനെ തീയൊക്കെ കത്തുന്നുണ്ട്, ഇങ്ങനെ തിളച്ച് മറിഞ്ഞും കിടക്കുകയാണ്. അപ്പോൾ പുളിയും കറിയും അങ്ങനെയുള്ളതൊക്കെ റെഡി ആയിന്ന്. പിന്നെ ഇത് നേരം വെളുക്കുമ്പോഴത്തേന് കേട്ടോ. അപ്പം നമുക്ക് കടിക്കുള്ളത് ആ പൊറോട്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി കൂടുതൽ ഉണ്ടാവുമ്പോൾ പിന്നെ ഇങ്ങനെ പൊറോട്ടൊക്കെ കൊണ്ടുവരലാണ്. അപ്പോൾ നമ്മൾ രാവിലെ കടി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ പോവും. പിന്നെ ഇത് കാണുന്നത് കക്കനാണ് കേട്ടോ. കക്കന് എൻ്റെ ആങ്ങളെ കുറച്ച് കക്കൻ കൊടുന്നിരുന്നു. അപ്പോൾ അത് കേടായിട്ടുണ്ടാന്ന് വിചാരിച്ചിങ്ങാണ്ട് തിളപ്പിച്ചെടുത്തുങ്ങാണ്ട് അത് കണ്ട് അതിൻ്റെ കയമ്പ് കണ്ടെടുത്തുങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കാച്ചിട്ട് ശരിയാക്കുകയാണ്. പിന്നെ മക്കൾക്ക് ഇതിവിടെ ചായയൊക്കെ കൊടുത്തിക്കണം കേട്ടോ. പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ട് കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്കൊക്കെ കഴിഞ്ഞിങ്ങനെ ഇട്ടാ. അപ്പോൾ അവരിങ്ങനെ ബാക്കിയുള്ളവരിത് ഇവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടാ. അപ്പം മോളുവിന് പോലെ ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഓൾക്കും വെച്ചെടുത്ത് എല്ലാവരും കൂടി ആകുമ്പോൾ ഇങ്ങനെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഓളതായിട്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ ഇവരതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചാടിക്കാനൊക്കെ നിന്നത്. പിന്നെ ചായ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ഓരോ പരിപാടികളുണ്ട് കേട്ടോ. പായസം ഉണ്ടാക്കുകയാണ്. ആ പായസം ഈ ചെറുപയറു പരിപ്പുണ്ടല്ലോ, അത് തേങ്ങാപ്പാൽ കൊടുത്തിട്ട് കുറച്ച് മിൽക്ക് മേഡും പെട്ടിപ്പാലുണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പായസമാണ് കേട്ടോ. ഈ ചെറുപയറു പരിപ്പ് ആദ്യം തന്നെ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഇങ്ങനെ അടുപ്പത്ത് വെച്ചെടുത്തിരുന്നു. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കത്തി തിളച്ചിട്ട് വെന്തിട്ട് ചെറിയൊരു തരിതരിപ്പ് മാത്രം മതിയായിക്ക്. പിന്നെ തേങ്ങാപ്പാലും ഇതൊക്കെ ചേർത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ബീഫൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാപ്പണ മൗലൂദിനൊക്കെ ആൾ വന്നിട്ട് അവർക്ക് ചായയൊക്കെ കൊടുത്ത് അവരെ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നിട്ടാ ഇതുപോലെ. പിന്നെ എന്താ ചോറൊക്കെ വെച്ച് കൊടുന്നതിന് ശേഷം അതിങ്ങനെ വിളമ്പിയിട്ട് റെഡിയാക്കിയാണ്. അപ്പം മൗലൂദൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇടയിലിടയിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളിട്ട് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കണമൊന്നുമില്ല. പിന്നെ നമ്മൾ വന്നവരും പിന്നെ അതുപോലെ അവർ കഴിക്കണതും ഇതൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും വീഡിയോയിലൊന്നും നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം അവരൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ.
അപ്പോൾ അതാ ബിരിയാണി അതുപോലെ ബീഫ് ഫ്രൈ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തല ഇങ്ങനെ അവിടെ നിന്ന് ടേബിൾ മരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ, മുറ്റത്ത് ടേബിൾ ഇട്ടുകാണ്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ പായസമൊക്കെ ഇതിവിടെ അങ്ങനെ അതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുത്താണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചോറൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിട്ടാ. പിന്നെ എല്ലാവരും പോക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇട്ടത് സംഭവം. അങ്ങനെ മുറ്റത്തുനിന്ന് എല്ലാ ടേബിളും സ്റ്റൂളും ഒക്കെ എടുത്ത് മാറ്റി ഞങ്ങൾ പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇവിടെ അങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിക്കണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചിലവർക്ക് താല്പര്യം ഉണ്ടാവും, ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആരൊക്കെ പിന്നെ അതിൽ ഇഷ്ടമില്ലാത്തതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇന്ന് വേണ്ടന്നെ പോവാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ പോണത് നമ്മൾ രാത്രി ആയിട്ടാണ് പോണത്. അപ്പം വൈകുന്നേരം ആയപ്പോൾ മഗ്‌രിബിന് നേരെ ആവണതിന് മുമ്പായിട്ട്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചായ ഉണ്ടാക്കിയിരുന്നു കേട്ടോ, പള്ളിക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പള്ളിയിൽ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആണ്ടിൻ്റെ ദിവസം അങ്ങനെ പള്ളിയിൽ ചായ കൊടുക്കലുണ്ട്. അപ്പോൾ അതവിടെ പാലും ഇതൊക്കെ ചേർത്തുങ്ങാണ്ട് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടത്തിലൊക്കെ ആക്കിയിട്ട് അവർ ചായയും കടിയൊക്കെ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ചോറൊക്കെ കഴിക്കുകയാണ് രാത്രി. പിന്നെ നമ്മൾ ഉച്ചക്ക് ബിരിയാണിയെല്ലാം കഴിച്ചപ്പോൾ കുറച്ച് ചോറിട്ടാ, ഒരു ചോറൊക്കെ എടുത്തുങ്ങാണ്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇത് മത്തിയുണ്ട്, പപ്പടമുണ്ട്, ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ പോരുന്നത് ആങ്ങളേന് കേട്ടോ കൊടുന്നായി തരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിമാരും കൂടിയാണ് പോരുന്നത്. ഞങ്ങൾ പോകുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, 3 ആളും കൂടി തന്നെയാണ് വീട്ടിലേക്ക് പോകലും. അതൊരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് പോകണത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ, വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകണത്. പക്ഷെ ഇപ്പോൾ ഉമ്മയും കൂടി ഇല്ലാത്തല്ലേ, ഉമ്മ ഉണ്ടാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഉമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ചെന്നിട്ടുള്ള അപ്പോൾ ഒരു നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ ആളുണ്ടെങ്കിലും എല്ലാവരും കൂടി കൂടുമ്പോൾ അതിനൊരു ഇതല്ലേ. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടി തന്നെ വീട്ടിൽ നിന്ന് പോകുന്നു. അങ്ങനെ 3 ആളും 3 സ്ഥലത്തേക്കാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇറക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഞാനിങ്ങോട്ട് പോരൽ. അപ്പോൾ ആങ്ങളേന് കൊടുന്നാക്കി തരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.